മനുഷ്യൻ്റെയും ഭൂമിയുടെയും ഭൂതഭാവികളെ അനാവരണം ചെയ്യാൻ ബാഹ്യാകാശ പരീക്ഷണങ്ങൾക്ക്, ദൗത്യങ്ങൾക്ക് കഴിയും എന്ന പ്രത്യാശ നല്ലത് തന്നെയാണ്. നല്ല പ്രത്യാശകളിൽ ഒന്ന് തന്നെയാണ്. ഞാനിത് പറയുന്നത് ശുഭാംശു ശുക്ലയുടെ ബാഹ്യാകാശ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ആദ്യത്തെ ഇന്ത്യക്കാരൻ അദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സന്തോഷിക്കുന്നു. അത് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം സ്പേസിൽ എത്തിയ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ഇന്ത്യൻ യുവത്വത്തെ ആവേശം കൊള്ളിക്കാൻ പോരുന്ന ഒരു നേട്ടമാണിത്. 18 ദിവസം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കഴിച്ചുകൂട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും കൂടെ കണക്കിലെടുത്താൽ 21 ദിവസം, ടോട്ടൽ 21 ദിവസം സ്പേസിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചു വന്നു. ആകാശത്ത് വെച്ച് താൻ കണ്ട മനോഹരമായ ദൃശ്യങ്ങൾ, ഈ സുന്ദര ഭൂമിയെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ അതിവേഗത്തിൽ നമുക്ക് കൂടുതൽ കേൾക്കാൻ നമ്മൾ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. പറയാനുണ്ട് അദ്ദേഹത്തിന് താൻ കണ്ട മനോഹര ഭൂമിയെക്കുറിച്ച്. 320 ഭ്രമണ ചക്രങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ച് കണ്ട പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു. 8.4 ദശലക്ഷം മൈലുകൾ താണ്ടി തിരിച്ചു വരുന്ന ശുഭാംശു നമ്മുടെ ഹീറോയാണ്. കുറച്ച് നാളത്തേക്ക് അദ്ദേഹം നമ്മുടെ ഹീറോ ആയിരിക്കും. നല്ല കാര്യം, നാം അഭിമാനം കൊള്ളാം. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സ്പേസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ചില പേരുകൾ കൂടി ഓർക്കണം. അത് ഉചിതമായൊരു കാര്യമാണ്. 1986 നാം വിട്ട ചലഞ്ചർ എന്ന മനുഷ്യരഹിത സ്പേസ് ഷട്ടിൽ തകർന്നു പോയത് നമ്മൾ ആദ്യം ഓർക്കുക. ബാലാരിഷ്ടതകൾ മൂലമാണതെന്ന് പറയാനാണ് എനിക്കിഷ്ടം, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. 2021 ഫെബ്രുവരിയിൽ കൽപ്പന ചൗളയ്ക്കുണ്ടായ ദുരന്തം ഇന്നും നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. വാലന്റീൻ ടെറഷ്കോവിൻ്റെ പിൻഗാമികളിൽ ഒരാളായി കൽപ്പന മാറും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ കൽപ്പനയെ നമുക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന മറ്റ് 7 പേരും മരിച്ചുപോയി. 2021 ഒരു ദാരുണ സംഭവമാണത്. അത് കഴിഞ്ഞ് 2025 ആയപ്പോഴത്തെ പറ്റി മാർച്ച് മാസത്തിൽ സുനിത വില്യംസ് നടത്തിയ യാത്ര, അത് ഓർമ്മിക്കാൻ നമുക്ക്. അവർ മാനം തൊട്ടു, പക്ഷേ സ്പേസിൽ തങ്ങിപ്പോയി. ആ ദിനങ്ങളൊക്കെ നമ്മൾ ഉത്കണ്ഠയോടാണ് കാണുന്നത്. ആ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. പേടകത്തിന് തകരാറ് സംഭവിച്ചു പോയി, അതാണ് സംഭവിച്ചത്. ആ ദൗത്യം മനോഹരമാകുമായിരുന്നു, പക്ഷെ അതിന് ശോഭയാകെ കെട്ടുപോയി. അങ്ങനെ കേട് സംഭവിച്ചപ്പോഴത്തേക്ക് എങ്കിലും സുനിത വില്യംസ് തിരിച്ചു വന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസമാണ്. ആയുസിൻ്റെ വലിപ്പം കൊണ്ട് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇപ്പോൾ ശുഭാംശു ശുക്ല നേടിയ വിജയം നമ്മുടെ സ്പേസ് ഹിസ്റ്ററിയിലെ ഒരു പുതിയ അധ്യായമാണ്.
കൂടുതൽ മികച്ച മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ ദൗത്യത്തിന് കഴിയും എന്നുള്ളതും ഒരു നിമിത്തമാകട്ടെ എന്ന് ആശിക്കുകയാണ്. ശുഭാംശ ശുക്ലയുടെ യാത്രയ്ക്ക് നമ്മുടെ രാജ്യം ചെലവാക്കിയത് 550 കോടി രൂപയാണ്. ഒരു സ്പേസ് യാത്രയ്ക്ക് 550 കോടി രൂപ ചെലവാക്കി. ഇത്തരം ബാധ്യതകളായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, വലിപ്പത്തിൽ ഏറ്റവും വലിയ രാജ്യം തകരാനുണ്ടായ കാരണം. ഇത്തരം ബാധ്യതകളാണ്. ഇന്നെന്താ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥിതി? അങ്ങോട്ട് രാജ്യം തന്നെ ഇല്ല. സോവിയറ്റ് യൂണിയൻ എന്നൊരു രാജ്യമൊന്നുമില്ല. ഭൂപടത്തിൽ നിന്ന് രാജ്യം അപ്രത്യക്ഷമാകുക വളരെ വിരളമായി സംഭവിക്കുന്ന കാര്യമാണ്. ഭൂപടത്തിൽ നിന്ന് രാജ്യം അപ്രത്യക്ഷമാകുക. ആ പഴയ സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാനത്ത് ഇന്ന് 14 രാജ്യങ്ങളാണ്. തമ്മിൽ പോരടിക്കുന്ന 14 രാജ്യങ്ങൾ. ഇവിടെ പോയി സോവിയറ്റ് യൂണിയൻ? റഷ്യ ഉക്രൈനെ ഇല്ലാതാക്കാൻ നോക്കുന്നു, ഉക്രൈൻ റഷ്യയെ ഇല്ലാതാക്കി. ഇതെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. ഒരു വലിയ ദുരന്തമാണ് സോവിയറ്റ് യൂണിയൻ. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സൂപ്പർ പവറിലൊന്നാണ്. അമേരിക്ക, റഷ്യ, ഇതിലാരാണ് സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല. അത്ര വലിയ മികച്ച പവറായിരുന്നു, വലിയ ശക്തിയായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമായി. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഒരു നിഴൽ പോലുമല്ല ഇന്നത്തെ റഷ്യ. റഷ്യയാണ് പലപ്പോഴും ബഹിരാകാശത്തേക്ക് ഇപ്പോഴും വല്ലതും ആളുകളെ വിട്ടുകൊണ്ടിരിക്കുന്നതും പരീക്ഷണങ്ങൾ നടത്തുന്നതും. പക്ഷേ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഒരു നിഴൽ പോലുമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഗരിമ, ആ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഗരിമ നിലനിർത്തുവാൻ റഷ്യക്ക് കഴിയുന്നില്ല. എന്തായിരുന്നു സോവിയറ്റ് യൂണിയൻ സംഭവിച്ച കുഴപ്പം? അമേരിക്കയുമായി സ്പേസിൽ മത്സരിക്കുകയായിരുന്നു. ആരാണ് മുമ്പിൽ മത്സരിക്കുകയായിരുന്നു. ആദ്യമായി സ്പേസിൽ ഒരു മനുഷ്യനെ എത്തിച്ച സോവിയറ്റ് യൂണിയനാണ്. യൂറി ഗഗാറിൻ. നമുക്ക് ആ പേര് വളരെ പരിചിതമാണ്. യൂറി ഗഗാറിൻ ആദ്യമായി സ്പേസിലെത്തിയ റഷ്യക്കാരൻ. അന്ന് അഭിമാനം റഷ്യക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, വനിതയും എത്തിച്ചു. അതും റഷ്യക്കാരി തന്നെയായിരുന്നു, വാലന്റീന ടെറഷ്കോവ. അന്ന് റഷ്യയുടെ ഒരു പൊൻതൂവൽ എന്ന് വേണേൽ പറയാം. അതിനുമുമ്പ് ഒരു നായ്ക്കുട്ടിയെ വിട്ടിരുന്നു, ലെയ്ക്ക. അത് ചത്തുപോയി. ഇങ്ങനെ തന്നെ ലെയ്ക്കയെ വിട്ടാണ് പരീക്ഷണം തുടങ്ങിയത്. അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഒത്തിരി കാര്യങ്ങൾ സ്പേസിൽ ചെയ്തു. അതൊന്നും ചെറിയ നേട്ടങ്ങളല്ലായിരുന്നു. എന്നാൽ അമേരിക്കയും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി അമേരിക്ക മനുഷ്യരെ സ്പേസിൽ വിട്ടുകൊണ്ടിരുന്നു. ആദ്യത്തെ മനുഷ്യൻ സ്പേസിൽ, ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ അമേരിക്കക്കാരനായിരുന്നു. നീൽ ആംസ്ട്രോങ് എന്ന പേര് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്പേസിൽ നിന്ന് മൂണിലേക്ക് പോയി. മൂണിൽ ആദ്യമായി അമേരിക്കയാണ് കാലുകുത്തിയത്. അവരുടെ വ്യക്തിമുദ്ര അവിടെ പതിപ്പിച്ചു, അവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചു. അപ്പോൾ സോവിയറ്റ് യൂണിയനും ആരംഭിച്ചു മത്സരം. അങ്ങനെ ഇരു കൂട്ടരും പിണങ്ങി ചന്ദ്രനിലേക്ക് ആളുകളെ വിട്ടുകൊണ്ടിരുന്നു. ഉത്സവപ്പറമ്പിലെ വെടിക്കെട്ട് മത്സരം പോലെ ഒരു വലിയ മത്സരമാണ് ഇരു കൂട്ടരും തമ്മിൽ നടന്നത്. സോവിയറ്റ് യൂണിയനും US-ഉം തമ്മിൽ. രണ്ട് സൂപ്പർ പവറുകൾ തമ്മിൽ മത്സരിക്കുകയായിരുന്നു. ലോകം അതെല്ലാം വിസ്മയത്തോടെ കണ്ടുകൊണ്ട് നിന്നു. എന്നാൽ പിന്നീട് കുറേ കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സോവിയറ്റ് യൂണിയൻ എന്ത് സംഭവിച്ചുവെന്ന്. സൗജന്യ റൊട്ടി കഷ്ണങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന സാധാരണ സോവിയറ്റ് ജനതയാണ് ലോകം കണ്ടത്. സോവിയറ്റ് സമ്പദ്ഘടന തകർന്നുപോയി. പക്ഷെ ആ തകർച്ച കുറച്ച് നാളൊക്കെ മറച്ചു വെക്കാൻ കഴിഞ്ഞു. കാരണം ഒരു ഇരുമ്പ് മറയുണ്ടായിരുന്നു. ആ ഇരുമ്പ് മറ മാറിയപ്പോഴാണ് ആ തകർച്ചയുടെ ഗൗരവം ലോകം കണ്ടത്. അതെങ്ങനെയാണ് ആ ഇരുമ്പ് മറ ഉണ്ടായത്? ഇരുമ്പ് മറ എങ്ങനെ ഉണ്ടായി? അവിടെ ഗോർബച്ചേവ് എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പ്രസിഡൻ്റായി. സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡൻറ്റും
പാർട്ടി സെക്രട്ടറിയുമായ ഗോർബച്ചേവ് വന്നപ്പോൾ ഗോർബച്ചേവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സാമ്പത്തിക തകർച്ച കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു, സമൂഹമേ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു, അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് കരകയറാൻ വേണ്ടി അദ്ദേഹം 2 ഭൂതങ്ങളെ തുറന്നു വിട്ടു. ഒന്നിൻ്റെ പേര് ഗ്ലാസ്നോസ്റ്റ്, വേറൊന്നിൻ്റെ പേര് പെരിസ്ട്രോയിക്ക. ഗ്ലാസ്നോസ്റ്റ് എന്ന് പറഞ്ഞാൽ തുറന്നു പറച്ചിൽ, പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞാൽ അഴിച്ചുപണി. പക്ഷേ ഈ 2 ഭൂതങ്ങളും കൂടെ ചേർന്ന് സോവിയറ്റ് നാട്ടിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ചില്ലറയല്ല. ജനങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി, ഭരണകൂടത്തെ വിമർശിക്കാൻ തുടങ്ങി, അസ്വസ്ഥതകൾ വർദ്ധിക്കാൻ തുടങ്ങി. അഴിച്ചുപണി പണിത് നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ പണി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും കൂടി ആ നാട്ടിൽ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായി ഗോർബച്ചേവിന് തന്നെ ഭരണം വിട്ടൊഴിയേണ്ടി വന്നു. ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു ഗോർബച്ചേവിന്. 1991 ഡിസംബർ മാസത്തിൽ, ഡിസംബർ 21 സോവിയറ്റ് യൂണിയനിൽ ചുവന്ന പതാക താഴ്ത്തിക്കെട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടപ്പെട്ടു. ചരിത്ര സംഭവങ്ങളാണിത്. 1991 സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ടു. പാർട്ടി പതാക താഴ്ത്തിക്കെട്ടി. കൊടിയ അരക്ഷിതാവസ്ഥയുടെ കാലം. ലെനിൻ്റെ പ്രതിമ പോലും അടിച്ചുടയ്ക്കുന്ന രംഗം ലോകം കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, വലിപ്പം കൊണ്ട് ഏറ്റവും വലിയ രാജ്യം ഛിന്ന ഭിന്നമായി പോയി. അത് പെട്ടെന്നുണ്ടായ ഒരു തകർച്ചയായിരുന്നില്ല. അന്നത്തെ സോവിയറ്റ് പ്രസിഡന്റ് മനഃപൂർവ്വം ഉണ്ടാക്കിയതുമല്ല, മറിച്ച് രക്ഷപ്പെടാൻ വേണ്ടി, സാമൂഹ്യ അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കും ഏർപ്പെടുത്തിയപ്പോൾ അത് എത്തിച്ചത് ഭരണകൂടം തന്നെ കൊഴിഞ്ഞു പോകുന്ന രീതിയിലാണ്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്, സോവിയറ്റ് യൂണിയൻ തന്നെ ഇല്ലാതായി 14 രാജ്യങ്ങളായി മാറി. അപ്പം തുറന്നു പറച്ചിലും അഴിച്ചുപണിയും വന്നുകൂടി സോവിയറ്റ് യൂണിയൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഇന്ന് സോവിയറ്റ് യൂണിയൻ്റെ സ്ഥിതി എന്താണ്? റഷ്യയാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ആ 14 രാജ്യങ്ങളിൽ. പക്ഷേ യുക്രൈനിൽ പോയി നിലയിട്ട് കൊടുത്തു. അവിടെ ഇപ്പം നിലയൂരാനാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. എന്തിനാണ് സോവിയറ്റ് യൂണിയൻ്റെ ഉദാഹരണം പറഞ്ഞത്? കരുതലോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറയാനാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം മുന്നേറണം, നല്ല കാര്യം. പക്ഷെ സൂക്ഷിച്ച് വേണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. 5 ബില്യൺ ഇക്കോണമിയിലേക്ക് നമ്മൾ പോവുകയാണ്, നല്ല കാര്യം. 5 ബില്യൺ ഇക്കോണമിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നു, നല്ല കാര്യം. ചൈനയേക്കാൾ കൂടുതൽ ജനസംഖ്യ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യശേഷി നമുക്കാണ് കൂടുതൽ. അത് യുവത്വത്തിൽ ഒരു പങ്കുണ്ട് ഇവിടെ. ഈ മനുഷ്യശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൂപ്പർ പവറായിട്ട് മാറാൻ നമുക്ക് കഴിയും. ഒരുപക്ഷെ അമേരിക്കയോട് മത്സരിക്കത്തക്ക രീതിയിൽ സൂപ്പർ പവറായിട്ട് മാറാൻ ഈ മനുഷ്യശേഷി നമ്മെ സഹായിച്ചെന്നിരിക്കും. അതൊക്കെ ഭാവനയോടുകൂടി ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കണം, ദേശീയ സ്വത്ത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. 550 കോടി രൂപ ഒരാളെ വിടാൻ ചിലവാക്കിയെങ്കിൽ ഇനിയും വിടാൻ പോകുന്നതിന് എത്ര കോടികളാണ് ചിലവഴിക്കാൻ പോകുന്നത്? ദേശീയ സ്വത്ത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ പാഠം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് മറക്കരുത്.